ഹായ് ഫ്രണ്ട്സ്, ഷെഫീസ് ഡ്രീം വേൾഡിലേക്ക് സ്വാഗതം. നമ്മുടെ നാട്ടിലൊക്കെ ചൂടൊക്കെ തുടങ്ങിയില്ലേ? നമുക്ക് ശരീരമൊക്കെ ഒന്ന് തണുപ്പിക്കാൻ പറ്റിയൊരു ഫ്രൂട്ട് കസ്റ്റർഡിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. നമുക്ക് വീട്ടിലുള്ള ഫ്രൂട്ട്സ് വെച്ചിട്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. നിങ്ങൾ എൻ്റെ വീഡിയോ ഇതുവരെ കണ്ടിട്ട് സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. കൂടെ ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്തതിന് ശേഷം ആളിൽ പ്രസ് ചെയ്താൽ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ഞാനിവിടെ കസ്റ്റർഡ് എടുത്തിട്ടുണ്ട്. ഞാനിവിടെ എടുത്തിട്ടുള്ളത് വിദേശത്തും കൊടുത്തിട്ടുള്ളതാണ്. നിങ്ങളെ കയ്യിൽ ഇവിടുന്ന് വാങ്ങിച്ചതായാലും മതി. ഇനി നമുക്ക് ഈ പോട്ടിലേക്ക് ഞാനിവിടെ 1 ലിറ്റർ പാലാണ് ഒഴിക്കുന്നത്. നിങ്ങൾ എത്രയാണ് അളവ് എടുക്കുന്നത് അതിനനുസരിച്ച് കസ്റ്റർഡ് പൗഡർ ചേർക്കാവുന്നതാണ്. ഞാനിവിടെ ഒരു 4 ടീസ്പൂണാണ് കസ്റ്റർഡ് പൗഡർ എടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഈ പോട്ടിലേക്ക് 1 ലിറ്റർ പാലൊഴിക്കാം. ഈ പാലിൽ തന്നെ നമുക്ക് കസ്റ്റർഡ് പൗഡർ ആദ്യം ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. വെള്ളം പാൽ ഒഴിച്ചിട്ട് നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കണം, ഒട്ടും തന്നെ കട്ടയില്ലാതെ. ഞാനിവിടെ ഒരു 4 ടീസ്പൂൺ കസ്റ്റർഡ് പൗഡറാണ് 1 ലിറ്റർ പാലിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങളെ അളവിനനുസരിച്ച് ചേർത്ത് കൊടുക്കാവുന്നതാണ്. നിങ്ങൾ എത്രയാണോ പാലെടുക്കുന്നത് അതിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക. ഇനി നമുക്കിത് കുറുക്കിയെടുക്കുമ്പോൾ കട്ടി കുറവായി തോന്നുകയാണെങ്കിൽ നമുക്ക് കുറച്ച് ഇതുപോലെ പാലിലോ വെള്ളത്തിലോ ഒന്ന് മിക്സ് ചെയ്തിട്ട് അതിലേക്ക് ഒഴിച്ച് കൊടുത്താൽ പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. പാലിവിടെ തിളപ്പിക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് പാലൊന്ന് നല്ല രീതിയിലൊന്ന് തിളച്ച് വരുമ്പോൾ നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കുക. ഇനി പാലിലേക്ക് നമുക്ക് ഈ കസ്റ്റേർഡ് മിക്സ് ചെയ്തത് ചേർത്ത് കൊടുക്കാം. ഈ ടൈമിൽ തീയൊന്ന് ചെറുതായിട്ട് കുറയ്ക്കണം, അല്ലെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ കട്ട പിടിക്കും. ഇനി ഒട്ടും തന്നെ കട്ട പിടിക്കാത്ത രീതിയിൽ നല്ല രീതിയിലൊന്ന് ഇളക്കി കൊടുക്കണം, അല്ലെങ്കിൽ പെട്ടെന്ന് കട്ട പിടിച്ചു പോകും. ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് തീ ഓഫ് ചെയ്തിട്ട് ഇതിലേക്ക് കുറച്ച് വാനില എസൻസ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ചിലത് നമ്മൾ വാങ്ങിക്കുമ്പോൾ കസ്റ്റേർഡിൽ വാനില എസൻസിൻ്റെ ഫ്ലേവർ ഉണ്ടാവലുണ്ട്. അതില്ലാത്തത് കൊണ്ട് ഇതിലേക്ക് കുറച്ച് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ കുറച്ച് മിൽക്ക് മെയ്ഡ് കൂടി ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് ഇത് തണുക്കാനായിട്ട് മാറ്റി വെക്കാം. ഇനി ഇതിലേക്ക് വേണ്ട ഫ്രൂട്ട്സ് ഒന്ന് കട്ട് ചെയ്തെടുക്കുക. ഞാനിവിടെ 2 ആപ്പിളും അതുപോലെ 2 റോബസ്റ്റിൻ്റെ പഴം, 1 നേന്ത്രപ്പഴം, ഗ്രീൻ മുന്തിരിയാണ് ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങളുടെ കയ്യിൽ റുമാൻ പഴം, അതുപോലെ ബ്ലാക്ക് മുന്തിരി, അതുപോലെ മാംഗോ ഒക്കെ ചേർത്ത് കൊടുക്കുക കേട്ടോ. നിങ്ങളുടെ കയ്യിൽ എന്താണ് ഫ്രൂട്ട്സ് ഉള്ളത് അതൊക്കെ ചേർത്ത് കൊടുക്കുക. ഇനി നമുക്കിതൊന്ന് നല്ല രീതിയിലൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഇനി നമുക്കിത് നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഞാനിവിടെ 2 രീതിയിലാണ് ഗ്ലാസ്സിൽ സെറ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് ഞാൻ ഇതിൽ നിന്ന് കുറച്ച് മാറ്റിയിട്ട് ബാക്കിയുള്ള ഇതിലേക്ക് മിൽക്ക് മെയ്ഡ് ഒഴിച്ച് നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്തിട്ട് മാറ്റി വെക്കുന്നുണ്ട്. നമുക്ക് ഫ്രൂട്ട്സിൽ മധുരമൊക്കെ കുറവുണ്ടെങ്കിൽ ഒന്ന് നല്ല മധുരമൊക്കെ പിടിച്ച് കിട്ടാനൊക്കെ നല്ലതാണ്. നമ്മൾ നേരത്തെ തയ്യാറാക്കിയ കസ്റ്റർഡ് ഇവിടെ തണുത്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിത് നേരത്തെ കട്ട് ചെയ്ത ഫ്രൂട്ട്സിൻ്റെ ബൗളിലേക്ക് കുറച്ച് ഒഴിച്ച് കൊടുക്കാം. ഞാനിത് കുറച്ച് ഒഴിച്ചിട്ട് ബാക്കി നേരത്തെ പറഞ്ഞില്ലേ കുറച്ചിത് മാറ്റി വെക്കുന്നുണ്ട് ഗ്ലാസ്സിൽ സെറ്റ് ചെയ്യുമ്പോൾ 2 രീതിയിലായിട്ട് ചെയ്യാനായിട്ട്. ഇനി ഞാനിവിടെ കുറച്ച് മുന്തിരിയും അണ്ടിപ്പരിപ്പും ഒന്ന് കട്ട് ചെയ്തത് എടുത്തിട്ടുണ്ട്. നമുക്കൊരു ഗ്ലാസ്സിൽ സെറ്റ് ചെയ്യുമ്പോൾ അതിലേക്ക് ഇട്ട് കൊടുക്കാനാണ്. ഇനി നമുക്കിതിവിടെ മാറ്റി വെക്കാം. ഞാനിവിടെ ഒരു 2 ഗ്ലാസ് എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ പ്ലെയിനായിട്ട് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നില്ലേ, ആ കസ്റ്റർഡ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ തണുത്ത് വരുന്നുള്ളൂ. തണുത്ത് കഴിഞ്ഞ് കുറച്ചുകൂടി ടൈറ്റായിട്ട് കിട്ടും. ഇനി നമുക്ക് ഇതിൻ്റെ മുകളിലായിട്ട് ഫ്രൂട്ട്സ് ചേർത്ത് കൊടുക്കാം. അതിൻ്റെ മുകളിലായിട്ട് നമ്മൾ നേരത്തെ മാറ്റി വെച്ച അണ്ടിപ്പരിപ്പും മുന്തിരി ചേർത്തിട്ട് 2 ലെയറായിട്ട് നടുക്ക് ഫ്രൂട്ട്സും അതുപോലെ സെറ്റ് ചെയ്യാവുന്നതാണ്. പിന്നെ അതിൻ്റെ മുകളിലായിട്ട് നമുക്ക് ഐസ്ക്രീമും കുറച്ച് മിൽക്ക് മെയ്ഡ് ഒഴിച്ചിട്ട് 1 ഗ്ലാസ് സെറ്റ് ചെയ്തെടുക്കാവുന്നതാണ്. അങ്ങനെ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ഈസി കസ്റ്റേർഡ് ഇവിടെ റെഡി ആയിട്ടുണ്ട്.
നമുക്ക് ഈ ചൂടുകാലത്ത് ഇത് കഴിക്കുമ്പോൾ മനസ്സിനും അതുപോലെ ശരീരത്തിനൊക്കെ ഒരു കുളിർമ കിട്ടും. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കൂടെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. മറ്റൊരു വീഡിയോയുമായി വീണ്ടും വരാം.